ഗുഡ് മോർണിംഗ്. നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നാലാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ചാണ് പറയുന്നത്. ആരെ കുറിച്ചാണ് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ. ഈ ഓസ്മോട്ടിക് പ്രഷർ എന്താണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു ടേം ആണ് ഓസ്മോസിസ്. നിങ്ങൾ ബയോളജി ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ള ടോപ്പിക് ആണ് ഓസ്മോസിസ്. എന്താണ് ഈ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ ഓസ്മോസിസ്? ആലോചിച്ച് പറഞ്ഞ് എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ the flow of the molecule from the higher concentration to the lower concentration through a semi permeable membrane. അതായത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസിന് ഉണ്ടാകുന്ന ഫ്ലോയ്ക്ക് പറയുന്ന പേരാണ് ഓസ്മോസിസ് എന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ എന്താ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? the flow of the molecule from the higher concentration to the lower concentration through a semi permeable membrane. ഈ സെമി പെർമിയബിൾ മെംബ്രെയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. എന്താ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ? ഇത് നമ്മൾ സെലക്റ്റീവ് മെംബ്രെയിൻ എന്നും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ചില പാർട്ടിക്കിളുകളെ മാത്രം കടത്തിവിടുകയും മറ്റു ചിലരെ കടത്തിവിടാതിരിക്കുകയും ചെയ്യും. അതായത് സെലക്റ്റീവായി മാത്രം പാർട്ടിക്കിളിനെ കടത്തിവിടുന്ന മെംബ്രെയിൻ ആണ് സെലക്റ്റീവ് മെംബ്രെയിൻ അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് ഓർത്തു വെച്ചേക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ എന്താ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? the flow of the molecule from the higher concentration to the lower concentration through a semi permeable membrane is called osmosis. നമുക്ക് സൊല്യൂഷനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. സൊല്യൂഷനകത്ത് രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടാകും. ആരൊക്കെ? സോൾവെന്റും സൊല്യൂട്ടും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സൊല്യൂഷനകത്ത് സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ സോൾവെന്റ് മോളിക്യൂൾ മാത്രമാണ്. ഒരിക്കലും ഈ മെംബ്രെയിൻ സൊല്യൂട്ട് മോളിക്യൂളുകളെ കടത്തിവിടാറില്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആരെ മാത്രമേ കടത്തിവിടാറുള്ളൂ? മെംബ്രെയിൻ സോൾവെന്റ് മോളിക്യൂളിനെ മാത്രമേ കടത്തിവിടാറുള്ളൂ. ആരെ കടത്തിവിടാറില്ല? സൊല്യൂട്ട് മോളിക്യൂൾസിനെ പാസ് ചെയ്യിപ്പിക്കാറില്ല എന്ന് ഓർക്കുക. അപ്പോൾ എന്തായിരിക്കും സൊല്യൂഷന്റെ കേസിൽ ഓസ്മോസിസ്? the flow of the solvent molecule from the higher concentration to the lower concentration of the solvent through a semi permeable membrane. സോൾവെന്റിന്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും സോൾവെന്റിന്റെ ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സോൾവെന്റ് മോളിക്യൂൾ കടന്നു പോകുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് ഓസ്മോസിസ് എന്ന് ഓർക്കുക. വളരെ സിമ്പിൾ അല്ലേ? ഓർക്കാമല്ലോ. ഓസ്മോസിസ് എന്താണ് സൊല്യൂഷന്റെ കേസിൽ? ആ സൊല്യൂഷന്റെ കേസിൽ ഓസ്മോസിസ് ഞാൻ വേറെ ഡെഫിനിഷൻ കൂടെ പറയാം. ഒന്ന് ഓർത്ത് നോക്കിയിട്ട് ശരിയാണോ എന്ന് പറയുക. the flow of the solvent molecule from the lower concentration to the higher concentration of the solution through a semi permeable membrane. കാര്യം വ്യക്തമായി കേട്ടല്ലോ. ശരിയാണോ? the flow of the solvent molecule from the lower concentration to the higher concentration of the solution through a semi permeable membrane. ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയാണ്. എന്താ കാരണം? ഞാൻ പറയുന്നത് ഓഫ് ദി സൊല്യൂഷൻ അല്ലേ. സൊല്യൂഷന്റെ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും സൊല്യൂഷന്റെ ഹയർ കോൺസെൻട്രേഷനിലേക്ക്. എന്താ സൊല്യൂഷന്റെ ലോവർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ? സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറവ് മീൻസ് സൊല്യൂട്ടിന്റെ അളവ് കുറവും. ദാറ്റ് മീൻസ് ഡയലൂട്ട് സൊല്യൂഷൻ. സൊല്യൂട്ടിന്റെ അളവ് കുറവും സോൾവെന്റ് അളവ് എന്തായിരിക്കും? കൂടുതലുമായിരിക്കും. അപ്പൊ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറവ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ അളവ് കുറവും സോൾവെന്റ് അളവ് എന്തായിരിക്കും? കൂടുതലുമായിരിക്കും. സോൾവെന്റിന്റെ ഹയർ കോൺസെൻട്രേഷൻ അല്ലേ? സംശയമുണ്ടോ? ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂഷന്റെ ഹയർ കോൺസെൻട്രേഷൻ ദാറ്റ് മീൻസ് സോൾവെന്റിന്റെ അളവ് കുറവും കമ്പാരിറ്റീവ്ലി സൊല്യൂട്ടിന്റെ അളവ് എന്തായിരിക്കും? കൂടുതലുമായിരിക്കും. അതായത് സൊല്യൂഷന്റെ ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സോൾവെന്റ് എന്തായിരിക്കും? ലോവർ കോൺസെൻട്രേഷൻ ആയിരിക്കില്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയും പറയാം, ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ the flow of the solvent molecule from the lower concentration to the higher concentration of the solution through a semi permeable membrane is called osmosis എന്ന് പറയണം. അല്ലെങ്കിൽ എങ്ങനെ പറയണം? the flow of the solvent molecule from the higher concentration
to the lower concentration of the solvent, അവിടെ of the solution, ഇവിടെ of the solvent through a semi permeable membrane is called osmosis എന്ന് ഓർക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ഓസ്മോസിസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മള് മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ഉപ്പ് വെള്ളത്തിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറെ ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും, ചുരുങ്ങും. കണ്ടിട്ടില്ലേ? കാരണം എന്താണ്? അവിടെ ഓസ്മോസ് നടക്കുകയാണ്. മാങ്ങയ്ക്കകത്തുള്ള വാട്ടർ എന്ത് ചെയ്യും? പുറത്തേക്ക് എന്ത് ചെയ്യും? സ്ക്യൂസ് ചെയ്ത് വരും ഡ്യൂ ടു ഓസ്മോസിസ്. അതുപോലെ തന്നെ വാടിയ പൂ വെള്ളത്തിനകത്തേക്ക് ഇട്ടാൽ എന്ത് ചെയ്യും? അല്പം ഊർജ്ജസ്വലമാകും. അതിന് കാരണം എന്താണ്? ഓസ്മോസിസ് ആണ്. വാട്ടർ എന്ത് ചെയ്യും? പൂവിനകത്തേക്ക് എൻ്റർ ചെയ്യും. ഇതുപോലെ ബ്ലഡ് സെല്ലിനെ നമ്മുടെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചാൽ ബ്ലഡ് സെല്ല് കൊളാപ്സ് ചെയ്ത് പോകും ഡ്യൂ ടു ഓസ്മോസിസ്. അതിന് കാരണം എന്ത് തന്നെയാണ്? ഓസ്മോസിസ്. നമ്മുടെ എന്താണ് സലൈൻ സൊല്യൂഷനകത്ത് എന്ത് ചെയ്യും? വാട്ടർ ബ്ലഡ് സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യും. അവസാനം എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡ് സെല്ല് കൊളാപ്സ് ചെയ്ത് പോകും. ഇതൊക്കെ ഓസ്മോസിസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. നിങ്ങൾ ഇത് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കേട്ടല്ലോ? സംശയമില്ലല്ലോ. നിങ്ങൾ ഇവിടേക്ക് നോക്കുക. ഞാനൊരു സോൾവെന്റ് എടുത്തിട്ടുണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ട്, രണ്ടിനെ കൂടി സെപ്പറേറ്റ് ചെയ്യാൻ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഓസ്മോസിസ് നടക്കുന്നു. നമുക്കറിയാം ഇവിടെ സോൾവെന്റ് മാത്രമാണ്, പ്യുവർ സോൾവെന്റ്. ദാറ്റ് മീൻസ് സോൾവെന്റ് അളവ് ഇവിടെ എന്തായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും. ഇവിടെ സൊല്യൂഷൻ മീൻസ് സോൾവെന്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. ഇവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോൾവെന്റ് അളവ് ഇവിടെ എന്താണ്? കുറവാണ്. അപ്പൊ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയ മേഖലയിൽ നിന്നും സോൾവെന്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞ മേഖലയിലേക്ക് മെമ്പറൈനിലൂടെ എന്ത് ചെയ്യും? സോൾവെന്റ് മോളിക്യൂൾ ഫ്ലോ ചെയ്യും. ആ പ്രക്രിയക്ക് നമ്മൾ എന്ത് പേര് പറയും? ഓസ്മോസിസ് എന്ന് പറയും. ഓർക്കുക. higher concentration to the lower concentration of the solvent, higher concentration to the lower concentration of the solvent. വേറെ രീതിയിൽ ഞാൻ ഡെഫിനിഷൻ പറഞ്ഞു. lower concentration to the higher concentration of the solution. solution higher concentration ഇവിടെ അല്ലേ? lower concentration to the higher concentration of the solution അല്ലെങ്കിൽ higher concentration to the lower concentration of the solvent. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ഓസ്മോസിസ് നടക്കുന്നു. നമുക്ക് പഠിക്കേണ്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോസിസ് അല്ല, ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യണം. നോർമലി ഞാൻ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കും, സോൾവെന്റ് സൈഡിൽ നിന്നും സൊല്യൂഷൻ സൈഡിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾ ഫ്ലോ ചെയ്യും. ആ സോൾവെന്റ് മോളിക്യൂളിന്റെ ഫ്ലോ, ദാറ്റ് മീൻസ് ഓസ്മോസിസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യണം, തടയണം. ഓസ്മോസിസ് നടക്കാൻ പാടില്ല. ആ ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട പ്രഷർ എത്രയാണോ ആ പ്രഷറിനെ പറഞ്ഞ പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മൾ പൈ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. പൈ. അതായത് ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട പ്രഷർ എന്താണോ ആ പ്രഷറിന് പറഞ്ഞ പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. The pressure required to just prevent the osmosis is called osmotic pressure. അതായത് ഇവിടുന്ന് സോൾവെന്റ് മോളിക്യൂൾ സൊല്യൂഷൻ സൈഡിലേക്ക് ഫ്ലോ ചെയ്യും. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രഷർ കൊടുക്കേണ്ടി വരും. ആ പ്രഷറിനെ പറഞ്ഞ പേരാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? എന്താണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞു. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു അസംപ്ഷൻ പറയുന്നുണ്ട്. ഫോർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി. മറന്നു പോകരുത്. ഫോർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നതാണ് പൈ ഈക്വൽ ടു CRT. പൈ ഈക്വൽ ടു CRT. കാര്യം മനസ്സിലാക്കുക. ഒരു ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും? മൊളാരിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇക്വേഷൻ ഇതാണ് പൈ ഈക്വൽ ടു CRT. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം, ഈ ഇക്വേഷൻ എവിടുന്ന് വന്നു എന്ന് അല്ലെ? സൊല്യൂഷനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളുണ്ട്. ഒന്ന് വാൻ ഹോഫ് ബോയിൽസ് ലോ. ജസ്റ്റ് ഓർത്താ മതി. ഒന്നാമത്തെ ലോ ഏതാണ്? വാൻ ഹോഫ് ബോയിൽസ് ലോ. അതിൽ പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. രണ്ടാമത്തെ ലോ എന്ന് പറഞ്ഞാൽ വാൻ ഹോഫ് ചാൾസ് ലോ. സൊല്യൂഷൻ സംബന്ധിച്ച രണ്ടാമത്തെ നിയമമാണെന്ന് തോന്നുന്നു വാൻ ഹോഫ് ചാൾസ് ലോ. ഇതിൽ പറയുന്നു ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. രണ്ട് ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ചല്ലേ പറയുന്നത്. ഇതിനെ കൂടി ചേർത്ത് അങ്ങനെ എഴുതാം, പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഇൻടു ടെമ്പറേച്ചർ.
ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കൂടെ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം, പൈ ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് r ഇൻറ്റു സി ഇൻറ്റു ടി. അവിടെ നിന്നാണ് എന്ത് കിട്ടിയത്, പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. അപ്പോൾ സൊല്യൂഷനെ സംബന്ധിക്കുന്ന രണ്ട് നിയമങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വാൻ ഹോഫ് ബോയിൽസ് ലായും വാൻ ഹോഫ് ചാൾസ് ലായും. വാൻ ഹോഫ് ബോയിൽസ് ലാ എന്താ പറയുന്നത്, ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. എന്താ വാൻ ഹോഫ് ചാൾസ് ലാ പറയുന്നത്, ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. രണ്ടും ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ച് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മൾ എന്ത് കൊടുത്തു, ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുത്തു. കൊടുത്ത കോൺസ്റ്റന്റ് r ആണ്. r ന് പറഞ്ഞ പേര് സൊല്യൂഷൻ കോൺസ്റ്റന്റ്. എന്ത് പറയും, സൊല്യൂഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ദാറ്റ് ഈസ് phi is equal നമുക്ക് എന്ത് കിട്ടി, CRT കിട്ടി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ r ന്റെ വാല്യൂ കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. r ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. എന്താണ് r ന്റെ വാല്യൂ, 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. r ന്റെ വാല്യൂ എന്താണ്, 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇവിടെ നിന്നാണ് ഇക്വേഷൻ വന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഇതിന്റെ ആവശ്യകത ഇല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ട ഇക്വേഷൻ phi is equal to CRT ആണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ ഉദ്ദേശം എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ ഒന്നാമത്തെ സെക്ഷൻ. ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓസ്മോട്ടിക് പ്രഷർ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തു. സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ വേണം. അത് നമ്മൾ അസംഷൻ എടുത്തു, ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി. അവിടെ നിന്ന് ഇക്വേഷൻ ആണ് phi is equal to CRT. നിങ്ങളോട് ചോദിക്കും ഇവിടെ എവിടെയാണ് മൊളാരിറ്റി, കൺഫ്യൂഷൻ വന്നില്ലേ. ഇവിടെ C എന്ന് പറഞ്ഞ സാധനം എന്താ, നമ്മൾ സാധാരണ കോൺസെൻട്രേഷൻ എന്നാ പറയുക. C എന്ന് പറഞ്ഞ സാധനം എന്താ, കോൺസെൻട്രേഷൻ നമ്മൾ പറയാറുണ്ട്. കോൺസെൻട്രേഷൻ എങ്ങനെ കാണുക, നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ വോളിയം. ഇത് തന്നെയല്ലേ മൊളാരിറ്റി. എന്താ മൊളാരിറ്റി, നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ വോളിയം തന്നെയാണ് എന്തോ സാധനം മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് എന്തോന്ന് മൊളാരിറ്റി. ദാറ്റ് ഈസ് C തന്നെയാണ് എന്തോ സാധനം മൊളാരിറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ദാറ്റ് ഈസ് phi is equal to നമുക്ക് എങ്ങനെ എഴുതാം, C ക്ക് പകരം നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ വോളിയം, സൊല്യൂട്ട് ആയതുകൊണ്ട് സെക്കൻഡ് കമ്പോണന്റ് ആണ് സൊല്യൂട്ട്, ബൈ വോളിയം ഇൻറ്റു R ഇൻറ്റു T. കൺഫ്യൂഷൻ ഉണ്ടോ? ഈ v യെ കൂടി ഇപ്പുറത്തേക്ക് എടുത്തേ. ദാറ്റ് ഈസ് phi v equal to N2 into RT. കൺഫ്യൂഷൻ ഉണ്ടോ? നമുക്ക് അറിയാവുന്ന കാര്യം നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക, given mass divided by molar mass. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N2 അല്ലേ. ദാറ്റ് ഈസ് W2 divided by M2. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ദാറ്റ് ഈസ് phi v is equal to W2 divided by M2 into RT. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് അല്ലേ. ദാറ്റ് ഈസ് M2. ദാറ്റ് ഈസ് M2 equal to W2 into RT divided by pi into V. ഇതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. M2 is equal to W2 into RT divided by pi into V. ഇവിടെ ഓരോ ടേം നമുക്കറിയാം. M2 മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്, W2 given മാസ് ഓഫ് സൊല്യൂട്ട്, R സൊല്യൂഷൻ കോൺസ്റ്റന്റ് വേണമെങ്കിൽ പറയാം. ചിലപ്പോഴൊക്കെ എന്താണ് ഗ്യാസ് കോൺസ്റ്റന്റ് എന്നും പറയാറുണ്ട്. ഓർത്ത് വെച്ചേക്കുക വാല്യൂ. T ടെമ്പറേച്ചർ, പൈ ഓസ്മോട്ടിക് പ്രഷർ, P വോളിയം. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ നാലാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആക്കപ്പെടുകയാണ്. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? പ്രഷർ റിക്വയർഡ് ടു ജസ്റ്റ് പ്രിവെന്റ് ഓസ്മോസിസ്. ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമായ പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന കാര്യം ഓർക്കുക. രണ്ടാമത്തെ സെക്ഷൻ ഈ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കും. അതിന്റെ അസംഷൻ എടുത്തു, ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി. അവിടെ ഇക്വേഷൻ കിട്ടി, phi is equal to CRT. C യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, M2 കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കിട്ടി. സിമ്പിൾ അല്ലേ, ഓർക്കാലോ, വളരെ എളുപ്പമല്ലേ, വളരെ സിമ്പിൾ ആ, ഓർത്ത് വെച്ചിരിക്കുക. ഇവിടേക്ക് നോക്കുക. അപ്പം സോൾവെന്റ് സൈഡിൽ നിന്നും സൊല്യൂട്ട് സൈഡിലേക്ക് സോൾവെന്റിന്റെ ഫ്ലോ, ദാറ്റ് മീൻസ് ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ പൈ കൊടുത്താൽ, പൈ എന്ന് പറയുന്ന ഓസ്മോട്ടിക് പ്രഷർ കൊടുത്താൽ ഇവിടെ എന്ത് നടക്കില്ല, ഓസ്മോസിസ് നടക്കില്ല, ഫ്ലോ നടക്കില്ല. ഓസ്മോസിസ് നമ്മൾ എന്ത് ചെയ്തു, പ്രിവെന്റ് ചെയ്തു. അതേസമയം ഞാൻ കൊടുത്ത പ്രഷർ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായി പോയി എന്ന് വിചാരിക്കുക.
നമ്മൾ കൊടുക്കേണ്ടത് ഓസ്മോട്ടിക് പ്രഷറാണ്. ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ അവിടെ എന്ത് നടക്കില്ല? ഓസ്മോസ് നടക്കില്ല, സംഭവം ഫ്ലോ ചെയ്യില്ല. അതേസമയം നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായി പോയി എന്ന് വിചാരിക്കുക. നമ്മൾ കൊടുക്കേണ്ട പ്രഷർ എന്താണ്? ഓസ്മോട്ടിക് പ്രഷറാണ്, ഓസ്മോസിനെ പ്രിവെന്റ് ചെയ്യാൻ. അതേസമയം നമ്മൾ കൊടുത്ത പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായാൽ ഓസ്മോസിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യപ്പെടും? റിവേഴ്സ് ചെയ്യപ്പെടും. അതായത് സൊല്യൂഷൻ സൈഡിൽ നിന്നും സോൾവെന്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും? മോളിക്യൂൾ ഫ്ലോ ചെയ്യും. ഈ പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. എന്ത് പേര് പറയും? റിവേഴ്സ് ഓസ്മോസിസ്. കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടിയ പ്രഷറാണ് സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? ഓസ്മോസിനെ പ്രിവെന്റ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ എന്ത് ചെയ്യും? ഓസ്മോസിന്റെ ഡയറക്ഷൻ തന്നെ എന്ത് ചെയ്യപ്പെടും? റിവേഴ്സ് ചെയ്യപ്പെടും. സൊല്യൂഷൻ സൈഡിൽ നിന്നും സോൾവെന്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും? സോൾവെന്റ് മോളിക്യൂൾ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. എന്ത് പേര് പറയും? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയും. ഈ പ്രക്രിയ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഇവിടെ നമ്മൾ സോൾവെന്റിന് പകരം വാട്ടർ എടുക്കുക. എന്തെടുക്കുക? പ്യുവർ വാട്ടർ എടുക്കുക. പ്യുവർ വാട്ടർ ഈസ് എ സോൾവെന്റ്, നിങ്ങൾക്ക് അറിയാം. സൊല്യൂഷന് പകരം നമ്മൾ എടുക്കേണ്ടത് സീ വാട്ടർ ആണ്. എന്തെടുക്കുക? സീ വാട്ടർ. ഇവിടെ എന്ത് സംഭവിക്കും? ഓസ്മോസിസ് ആണ് നടക്കേണ്ടിയിരുന്നത്. വാട്ടറിൽ നിന്ന് എന്ത് ചെയ്യും? സീ വാട്ടറിലേക്ക് വാട്ടർ മോളിക്യൂൾ ഫ്ലോ ചെയ്യും, ഓസ്മോസിസ്. പക്ഷേ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ കൊടുത്താൽ ഓസ്മോസ് എന്ത് ചെയ്യപ്പെടും? പ്രിവെന്റ് ചെയ്യപ്പെടും. അതേസമയം നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ സീ വാട്ടറിൽ നിന്നും വാട്ടറിലേക്ക് എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾ നമുക്ക് എന്ത് ചെയ്യപ്പെടും? ഫ്ലോ ചെയ്യപ്പെടും. ഇത് നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഇവിടെ നമ്മൾ സീ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. പ്യുവർ വാട്ടർ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കളക്ട് ചെയ്യും. വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഓസ്മോസിസ് എന്ന പ്രക്രിയ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താ റിവേഴ്സ് ഓസ്മോസിസ്? ഇഫ് എ പ്രഷർ ഹയർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ സൊല്യൂഷൻ സൈഡ്, the direction of osmosis can be reversed. That പ്രക്രിയ is called reverse osmosis. That process is called reverse osmosis. That process is called reverse osmosis. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ. സീ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് പ്യുവർ വാട്ടർ ആക്കി മാറ്റാൻ എന്ത് ഉപയോഗിക്കാം? റിവേഴ്സ് ഓസ്മോസിസ് ഉപയോഗിക്കാം. ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന സെമി പെർമിബിൾ മെംബ്രെയിൻ സെല്ലുലോസ് അസറ്റേറ്റ് ആണ് എന്ന് ഓർക്കുക. എന്താണെന്ന് ഓർക്കുക? സെല്ലുലോസ് അസറ്റേറ്റ് ആണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. വളരെ സിമ്പിൾ അല്ലേ? ഓർക്കാൻ കഴിയില്ലേ? ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് ടേമുകളുണ്ട്. ഒന്നാമത്തെ ടേം ഐസോടോണിക് സൊല്യൂഷൻ. എന്താണ് ഈ ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? Two solutions having same osmotic pressure at a given temperature. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരേ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള രണ്ട് സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് ഐസോടോണിക് സൊല്യൂഷൻ. Two solutions having same osmotic pressure. Two solutions having same osmotic pressure is called isotonic solution. അപ്പൊ എന്താ ഐസോടോണിക് എന്ന് പറഞ്ഞാൽ? Two solutions having same osmotic pressure is called isotonic solution. അപ്പൊ എന്റെ കയ്യിൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. എ എന്നൊരു സൊല്യൂഷനും ബി എന്ന് പറയുന്ന മറ്റൊരു സൊല്യൂഷനും. ഇടയിൽ മെംബ്രെയിൻ വെച്ചിട്ടുണ്ട്. എയുടെ ഓസ്മോട്ടിക് പ്രഷറും ബിയുടെ ഓസ്മോട്ടിക് പ്രഷറും സെയിം ആണെങ്കിൽ ഈ സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് എന്തോന്ന്? ഐസോടോണിക് സൊല്യൂഷൻ. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഐസോടോണിക് സൊല്യൂഷൻസിന്റെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചാൽ അവിടെ ഓസ്മോസിസ് നടക്കില്ല. അവിടെ ഓസ്മോസിസ് എന്ത് ചെയ്യില്ല? നടക്കില്ല എന്ന് ഓർക്കുക. അപ്പോൾ എന്താ ഐസോടോണിക് എന്ന് പറഞ്ഞാൽ? ടു സൊല്യൂഷൻസ് ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ഈസ് കോൾഡ് ഐസോടോണിക് സൊല്യൂഷൻ. ഈ ഐസോടോണിക് സൊല്യൂഷൻസിനെ ഒരു മെംബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്താൽ അവിടെ എന്ത് നടക്കില്ല? ഓസ്മോസിസ് നടക്കില്ല എന്ന് വിചാരിക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ? നമ്മുടെ കയ്യില് ബ്ലഡ് സെൽ, നിങ്ങൾക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡ് സെൽ പ്രധാനമായിട്ടും RBC. അതുപോലെ 0.9% മാസ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഈ രണ്ടു പേരുടെയും ഓസ്മോട്ടിക് പ്രഷർ തുല്യമാണ്. ബ്ലഡ് സെല്ലിന്റെ ഓസ്മോട്ടിക് പ്രഷറും 0.9% മാസ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അതാണ് നമ്മുടെ നോർമൽ സലൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സലൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? തുല്യമാണ്. അതായത് ഇവർ രണ്ടുപേരും എന്ത് സൊല്യൂഷൻ ആണ്? ഐസോടോണിക് സൊല്യൂഷൻ ആണ്. ഐസോടോണിക് സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ 0.9% മാസ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ നോർമൽ സലൈൻ സൊല്യൂഷനെ
ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ഉപയോഗിക്കും. കാരണം ബ്ലഡ് സെല്ലിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇത് ഉണ്ടാക്കാറില്ല. ഇത് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം 0.9% mass by volume sodium chloride solution is isotonic with the blood cell എന്ന് ഓർക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതേസമയം എന്തെങ്കിലും രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, അതിൽ ഒരാളുടെ ഓസ്മോട്ടിക് പ്രഷർ മറ്റേയാളിനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. സൊല്യൂഷൻ ഹാവിംഗ് ഹയർ ഓസ്മോട്ടിക് പ്രഷർ ദാൻ അതർ. ഔട്ട് ഓഫ് 2 solution, one which has higher osmotic pressure. രണ്ട് സൊല്യൂഷൻസിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ, രണ്ടുപേർക്ക് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ഐസോട്ടോണിക്. രണ്ടുപേരുണ്ട്, ഒരാളുടെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലും മറ്റേ കുറവാണല്ലോ, ഡിഫറന്റ് ആണെങ്കിൽ. അപ്പൊ ആരുടെ ഓസ്മോട്ടിക് പ്രഷർ ആണോ കൂടുതൽ, ഈ രണ്ട് സൊല്യൂഷൻസിൽ ആരുടെ ഓസ്മോട്ടിക് പ്രഷർ ആണോ കൂടുതൽ, അയാളെ പറയുന്ന പേരാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഇതിൽ പറയും ഹൈപ്പർടോണിക് സൊല്യൂഷൻ. എന്ത് പേര് പറയും? ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ എന്താ ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 2 solution, one which has higher osmotic pressure is called hypertonic solution. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മുടെ ബ്ലഡ് സെൽ തന്നെ എടുക്കുക. ഈ ബ്ലഡ് സെല്ലിനെ 0.9% മാസ് ബൈ വോളിയത്തിനേക്കാൾ 0.9% മാസ് ബൈ വോളിയത്തിനേക്കാൾ കോൺസെൻട്രേഷൻ കൂടിയ NaCl സൊല്യൂഷൻ അകത്തേക്ക് ഡിപ്പ് ചെയ്യുക. ഇതേ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഐസോട്ടോണിക് ആണ്. അതേസമയം ബ്ലഡ് സെല്ലിൽ ഡിപ്പ് ചെയ്ത് എവിടെയാണ്? 0.9%നേക്കാൾ കോൺസെൻട്രേഷൻ അവിടെ എന്താണ്? കൂടുതലാണ്. കോൺസെൻട്രേഷൻ കൂടുതൽ മീൻസ് സൊല്യൂട്ടിന്റെ അളവ് കൂടുതലായിരിക്കും, സോൾവെന്റ് അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് സോൾവെന്റ് അളവ് ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. ദാറ്റ് മീൻസ് ബ്ലഡ് സെല്ലിനകത്ത് നിന്നും സോൾവെന്റ് എന്ത് ചെയ്യും? പുറത്തേക്ക് ഫ്ലോ ചെയ്യും. ദാറ്റ് ഈസ് ബ്ലഡ് സെൽ അവിടെ എന്ത് ചെയ്യപ്പെടും? ഷ്രിങ്ക് ചെയ്യപ്പെടും, ചുരുങ്ങും എന്ന് ഓർക്കുക. ബ്ലഡ് സെൽ അവിടെ എന്ത് ചെയ്യപ്പെടും? ഷ്രിങ്ക് ചെയ്യപ്പെടും എന്ന് ഓർക്കുക. ഓർക്ക എളുപ്പമുണ്ട്. ഹൈപ്പർ ഷ്രിങ്ക്, ഹൈപ്പർ ഷ്രിങ്ക്. ഹൈപ്പർ എന്ത് ചെയ്യപ്പെടും? ഷ്രിങ്ക് ചെയ്യപ്പെടും. എന്ത് ചെയ്യപ്പെടും? പറയാൻ ബുദ്ധിമുട്ടല്ലേ? ഹൈപ്പർ ഷ്രിങ്ക്. ഓർത്ത് വയ്ക്കാൻ പറ്റില്ലേ? നമ്മൾ രണ്ട് സൊല്യൂഷൻസിനെ കുറിച്ചല്ലേ പറയുന്നത്. രണ്ടുപേർക്കും ഒരേ ഓസ്മോട്ടിക് പ്രശ്നമെങ്കിൽ ഐസോട്ടോണിക്, ഡിഫറന്റ് ആണെങ്കിൽ ഒരാളുടെ കൂടുതലാണെങ്കിൽ അയാൾ നമ്മൾ എന്ത് പറയും? ഹൈപ്പർടോണിക്. ഇനി ഒരാളുണ്ടല്ലേ ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ ആൾ. അപ്പം ഔട്ട് ഓഫ് 2 solutions, the solution which has lower osmotic pressure is called a hypotonic solution. രണ്ട് സൊല്യൂഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ ആൾ നമ്മൾ എന്ത് പറയും? ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. എന്ത് പറയും? ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഔട്ട് ഓഫ് 2 solution, one which has lower osmotic pressure is called a hypotonic solution. ഇതിന് എക്സാമ്പിൾ പറയാൻ പറ്റും. ഇതേ ബ്ലഡ് സെൽ, ഈ ബ്ലഡ് സെല്ലിനെ 0.9% മാസ് ബൈ വോളിയത്തിനേക്കാൾ കുറഞ്ഞ കോൺസെൻട്രേഷനുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അകത്തേക്ക് ഡിപ്പ് ചെയ്യുക. രണ്ടിന്റെയും കോൺസെൻട്രേഷൻ, അതായത് 0.9% മാസ് ബൈ വോളിയം ആണ് എങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന കോൺസെൻട്രേഷൻ എന്താ? 0.9%നേക്കാൾ കുറവാണ്. കോൺസെൻട്രേഷൻ കുറവാണ്. കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ ആരുടെ അളവ് കൂടും? സോൾവെന്റ് അളവ് ഇവിടെ എന്ത് ചെയ്യും? കൂടും. സോൾവെന്റ് അളവ് കൂടിയാൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യും. ദാറ്റ് മീൻസ് ബ്ലഡ് സെല്ലിനകത്തേക്ക് എന്ത് ചെയ്യും? സോൾവെന്റ് മോളിക്യൂൾ ഫ്ലോ ചെയ്യും. ദാറ്റ് ഈസ് നമ്മുടെ ബ്ലഡ് സെൽ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. ഹൈപ്പോട്ടോണിക് സെല്ല്. ഹൈപ്പർടോണിക് എന്ത് ചെയ്യപ്പെടും? നമ്മുടെ ബ്ലഡ് സെൽ എന്ത് ചെയ്യപ്പെടും? സെല്ല് ചെയ്യപ്പെടും നോക്കുക. നമ്മുടെ 3 ടേമുകൾ മനസ്സിലാക്കുക. എന്താണ് ഐസോട്ടോണിക്, എന്താണ് ഹൈപ്പർടോണിക്, എന്താണ് ഹൈപ്പോട്ടോണിക്. എന്താ ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ 2 solutions having same osmotic pressure at a given temperature is called isotonic. എന്താ hypertonic? Out of 2 solution, one which has higher osmotic pressure is called hypertonic. എന്താ hypertonic? Out of 2 solution, one which has lower osmotic pressure is called hypotonic. എന്താ ഐസോട്ടോണിക്കിന്റെ എക്സാമ്പിൾ എന്താ? നമ്മുടെ ബ്ലഡ് സെല്ലും 0.9% മാസ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇത് നമ്മൾ കോമൺ സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ കോമൺ സലൈൻ സൊല്യൂഷൻ എന്ന് പറയാറുണ്ട്. ഇത് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം which is isotonic with the blood cell. ഓർക്കാൻ പറ്റുമല്ലോ 3 ടേമുകൾ? വളരെ സിമ്പിൾ ആണ്, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടും സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഓരോ ഇക്വേഷനും ഇതും പഠിച്ചു ഇല്ലേ? നമ്മുടെ
ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നതിന് മറ്റ് 3 മെത്തേഡുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, മേന്മകളുണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോവുക. അതായത് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് ഓവർ അതർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് പ്രഷർ മെഷർമെന്റ് ഈസ് അറൌണ്ട് റൂം ടെമ്പറേച്ചർ. അതായത് ഈ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിൽ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ ലോ ടെമ്പറേച്ചറിലേക്കോ ഹൈ ടെമ്പറേച്ചറിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. റൂം ടെമ്പറേച്ചറിലാണ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് മെഷർ ചെയ്യുന്ന ഓർക്കുക. ഇൻ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് പ്രഷർ മെഷർമെന്റ് ഈസ് അറൌണ്ട് റൂം ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ മെഷർമെന്റ് എന്താണ്, ഈസി ആണ് എന്ന് ഓർക്കുക. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത് മൊളാരിറ്റി ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, മറ്റു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലെല്ലാം മൊളാലിറ്റി ഉപയോഗിച്ചു എങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന സാധനം എന്താണ്, മൊളാരിറ്റി. അതിന്റെ മേന്മ എന്താ, നമുക്ക് മൊളാരിറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പം ഏതാണ്, മൊളാരിറ്റി ആണ്. വിച്ച് ഈസ് ഈസി ടു മെഷർ. നമുക്ക് മൊളാരിറ്റി ആണ് കണ്ടുപിടിക്കാൻ എളുപ്പം. അപ്പോൾ അതും എന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്, മൊളാരിറ്റി ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലായിരിക്കും even for very dilute solution. Its magnitude is larger even for very dilute solution. വളരെ dilute solution കേസിൽ പോലും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെയധികം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമായിരിക്കും, അല്ലെ. നമുക്ക് 840 എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതേസമയം 0.0000840 എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ് എങ്കിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമായിരിക്കും മനസ്സിലാക്കുക. അപ്പൊ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ലാർജർ ഈവൻ ഫോർ വെരി ഡയലൂട്ട് സൊല്യൂഷൻ. വളരെ ഡയലൂട്ട് സൊല്യൂഷന്റെ കേസിൽ പോലും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലായിരിക്കുമെന്ന് ഓർത്തു വച്ചേക്കുക. നാലാമത്തെ അഡ്വാൻറ്റേജ് ആയി പറയുന്നത് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ബയോമോളിക്യൂൾസ്, നമുക്കറിയാം ബയോമോളിക്യൂൾസ് ഹയർ ടെമ്പറേച്ചറിൽ അൺസ്റ്റേബിൾ ആണ്. റൂം ടെമ്പറേച്ചർ മാത്രമേ സാധനം സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ഈ ബയോമോളിക്യൂൾസിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ പോളിമേഴ്സിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. ഈ പോളിമേഴ്സിന്റെ സോളിബിലിറ്റി വളരെ കുറവാണ്. അപ്പം സോളിബിലിറ്റി വളരെ കുറവുള്ള പോളിമേഴ്സിന്റെയും ഹയർ ടെമ്പറേച്ചറിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ബയോമോളിക്യൂൾസിന്റെയും മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കാം, ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പൊ ഇത് നാലുമാണ് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ഓവർ ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ് ഒരിക്കൽ കൂടെ പറയാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്, ഇൻ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് പ്രഷർ മെഷർമെന്റ് ഈസ് അറൌണ്ട് റൂം ടെമ്പറേച്ചർ. രണ്ട്, മൊളാരിറ്റി ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. മൊളാലിറ്റി ആണ് കണ്ടുപിടിക്കാൻ എളുപ്പം. മൂന്ന്, its magnitude is large even for very dilute solution. വളരെ dilute solution കേസിൽ പോലും മാഗ്നിറ്റ്യൂഡ് ഉള്ളത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. നാലാമത്തെ അഡ്വാൻറ്റേജ് ബയോമോളിക്യൂൾസ് ഹയർ ടെമ്പറേച്ചർ അൺസ്റ്റേബിൾ ആണ്, അവയുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. പോളിമേഴ്സ് സോളിബിലിറ്റി വളരെ കുറവാണ്, അവയുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനും ഏത് മെത്തേഡ് ഉപയോഗിക്കാം, ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിക്കാമെന്ന് ഓർത്തു വെച്ചേക്കുക. സിമ്പിൾ അല്ലേ, ഓർത്തുകൂടെ. അടുത്തപ്പോൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അബ്നോർമൽ മോളാർ മാസ്. എന്താണ് അബ്നോർമൽ മോളാർ മാസ്? ആ വാക്ക് തന്നെ ഉണ്ടല്ലേ, നോർമൽ അല്ലാത്ത മോളാർ മാസ്. നമ്മള് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചു. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടും സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനും പഠിച്ചു. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന മോളിക്കുലർ മാസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മോളിക്കുലർ മാസ് ഉണ്ട്, അല്ലെങ്കിൽ നോർമൽ വാല്യൂ ഉണ്ട്. അതിനേക്കാൾ ചിലപ്പോൾ എന്താകാം, കൂടുതലാകാം, ചിലപ്പോൾ എന്തുമാകാം, കുറവുമാകാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മോളിക്കുലർ മാസ് ഉണ്ട്. സപ്പോസ് വാട്ടർ ആണ് സോൾവെന്റ് എങ്കിൽ വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18 നമുക്കറിയാം, കൺഫ്യൂഷൻ ഇല്ലല്ലോ. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാണ്, 18 ആണ്. നമ്മൾ ഇനി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ചിലപ്പോൾ 18നേക്കാൾ എന്താകാം, കൂടുതലാകാം, അല്ലെങ്കിൽ 18നേക്കാൾ എന്താകാം, കുറവാകാം. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ നോർമൽ വാല്യൂവിനേക്കാൾ കൂടുതലോ കുറവോ ആണെങ്കിൽ അവയെ പറയുന്ന പേരാണ് അബ്നോർമൽ മോളാർ മാസ്. If the calculated molar mass is either lower or higher than that of normal or expected
expected value is called abnormal molar mass. ഈ മോളാർ മാസിന്റെ കാൽക്കുലേഷനിൽ അബ്നോർമാലിറ്റി കാണിക്കാൻ രണ്ട് റീസൺ പറയുന്നുണ്ട്. ഒന്നാമത്തെ റീസൺ അസോസിയേഷൻ, രണ്ടാമത്തെ റീസൺ ഡിസോസിയേഷൻ. ഒന്നാമത്തെ റീസൺ എന്താണ്? അസോസിയേഷനും രണ്ടാമത്തെ റീസൺ എന്താണ്? ഡിസോസിയേഷൻ. എന്താണ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം രണ്ടുപേരെങ്കിലും കൂടിച്ചേരുന്ന പ്രക്രിയയാണ് അസോസിയേഷൻ. അസോസിയേഷൻ ഫലമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളിക്കുലർ മാസ് കൂടുമോ കുറയുമോ നമുക്ക് ആലോചിച്ചാൽ കിട്ടും അല്ലെ. അസോസിയേഷൻ മീൻസ് എന്താണ്? മിനിമം രണ്ടുപേരെങ്കിലും കൂടിച്ചേരുന്ന പ്രക്രിയയാണ് അസോസിയേഷൻ. ഇവിടെ രണ്ടുപേർ ചേർന്ന് ഒരാളുണ്ടായി, അസോസിയേഷൻ അല്ലേ. അപ്പം അസോസിയേഷൻ ഫലമായി നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമോ കുറയുമോ? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യപ്പെടും? കുറയും. നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയും. ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടിയാൽ മോളിക്കുലർ മാസ് കൂടുമോ കുറയോ എന്ന് ആലോചിച്ച് പറഞ്ഞേ. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് കാണാൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസും മോളാർ മാസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ലേ? ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് കൂടിയാൽ മോളാർ മാസ് കുറയും, നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞാൽ മോളാർ മാസ് കൂടും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതായത് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണാൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മോളാർ മാസ് അല്ലേ. അപ്പൊ നമ്പർ ഓഫ് മോൾസും മോളാർ മാസും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് അല്ലേ. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് കൂടിയാൽ എന്ത് കുറയും? മോളാർ മാസ് കുറയും. നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞാൽ മോളാർ മാസ് എന്ത് ചെയ്യും? കൂടും. അസോസിയേഷൻ ഫലമായിട്ട് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയുകയല്ലേ. ദാറ്റ് മീൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. കാര്യം മനസ്സിലായില്ലേ? പോയിന്റ് മനസ്സിലായില്ലേ? ഇനി എന്താ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഡിസോസിയേറ്റ് ചെയ്യുക, ചെറിയ ചെറിയ ആൾക്കാരായി മാറുക, അയോണുകളായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തു പോകും. കൺഫ്യൂഷൻ ഉണ്ടോ? ഇതിൽ ഒരു മോളിക്യൂൾ ഉണ്ടായിരുന്നു, എത്ര എണ്ണമായി മാറിയത്? രണ്ടായി മാറി. ഡിസോസിയേഷൻ ഫലമായിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഡിസോസിയേഷൻ ഫലമായിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടും. കൺഫ്യൂഷൻ ഉണ്ടോ? നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടിയാൽ മോളാർ മാസ് എന്ത് ചെയ്യും? കുറയും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസ് നോർമലിനേക്കാൾ കുറവായിരിക്കുമെന്ന് ഓർത്തു വെച്ചേക്കുക. സിമ്പിൾ അല്ലേ? അപ്പൊ എന്താ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞാല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസ് നോർമൽ വാല്യൂവിനേക്കാൾ കൂടുതലോ കുറവോ ആണെങ്കിൽ അവയെ പറഞ്ഞ പേരാണ് അബ്നോർമൽ മോളാർ മാസ്. അബ്നോർമാലിറ്റിക്കുള്ള റീസൺ എന്താണ്? അസോസിയേഷനും ഡിസോസിയേഷനും. അസോസിയേഷന്റെ ഫലമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസ് നോർമലിനേക്കാൾ കൂടുതലായിരിക്കുമെന്നും ഡിസോസിയേഷന്റെ ഫലമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസ് നോർമൽ മോളാർ മാസിനേക്കാൾ കുറവായിരിക്കുമെന്നും ഓർക്കുക. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. നമ്മുടെ മോളിക്യൂളുകൾ എത്രമാത്രം അസോസിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്രമാത്രം ഡിസോസിയേറ്റ് ചെയ്യും എന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട്. അതിന് പറഞ്ഞ പേരാണ് ഐ ഫാക്ടർ. എന്ത് പേര് പറയും? ഐ ഫാക്ടർ. അല്ലെങ്കിൽ പറഞ്ഞ പേര് വാൻ ഹോഫ് ഫാക്ടർ. The extent of association or dissociation is explained by using I factor or Van Hoff factor. അപ്പോൾ ഒരു മോളിക്യൂൾ എത്രമാത്രം അസോസിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്രമാത്രം ഡിസോസിയേറ്റ് ചെയ്യും എന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്തോ സാധനം? ഐ ഫാക്ടർ അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ. ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. ഐ ഫാക്ടർ ഈസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ abnormal molar mass. Normal molar mass divided by abnormal molar mass. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. I is equal to I factor is equal to observed colligative property divided by calculated colligative property. Observed colligative property divided by calculated colligative property. രണ്ട് ഇക്വേഷൻ പഠിച്ചു. ഐ ഫാക്ടർ ഈസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ് എന്നും അല്ലെങ്കിൽ ഐ ഫാക്ടർ ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നും. ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഐ ഫാക്ടർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്
after association or dissociation divided by number of molecules before association or dissociation. ജസ്റ്റ് ഈ മൂന്ന് ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. അതായത് ഒരു മോളിക്യൂൾ എത്രമാത്രം അസോസിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്രമാത്രം ഡിസോസിയേറ്റ് ചെയ്യും എന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഐ ഫാക്ടർ അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ. അത് കണ്ടുപിടിക്കാനുള്ള മൂന്ന് ഇക്വേഷൻസ് ആണ് പറഞ്ഞത്. ഒന്നാമത്തേത് ഐ ഫാക്ടർ ഈസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസും. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഫാക്ടർ ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അല്ലെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷൻ കൂടെ പറയുന്നുണ്ട് ഐ ഫാക്ടർ കാണാൻ. ഐ ഫാക്ടർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഓർത്ത് വെച്ചേക്ക് ഐ ഫാക്ടർ കാണാനുള്ള മൂന്ന് ഇക്വേഷൻസ്. അങ്ങനെയെങ്കിൽ അസോസിയേഷന്റെ കേസിൽ ഐ ഫാക്ടറിന്റെ വാല്യൂ എന്തായിരിക്കും എന്ന് ആലോചിച്ച് പറഞ്ഞു. സപ്പോസ് ഞാനൊരു വാട്ടർ മോളിക്യൂൾ എക്സാമ്പിൾ ആക്കി എടുക്കുകയാണ്. ഐ ഫാക്ടറിന്റെ ഇക്വേഷൻ അറിയാം, നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. നമുക്കറിയാം വാട്ടറിന്റെ നോർമൽ മോളാർ മാസ് എത്രയാ? 18. അസോസിയേഷൻ ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മോളാർ മാസ് നോർമലിനേക്കാൾ കൂടുതലായിരിക്കും എന്നല്ലേ പറയുക. ദാറ്റ് ഈസ് 18നേക്കാൾ കൂടുതലായിരിക്കും. സപ്പോസ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി 19 എടുക്കുന്നു. ദാറ്റ് ഈസ് ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. വാല്യൂ എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. ഐ ഫാക്ടർ ഈസ് ലെസ് ദാൻ 1. ഇൻ ദ കേസ് ഓഫ് അസോസിയേഷൻ ഐ ഫാക്ടർ ഈസ് ലെസ് ദാൻ 1. അങ്ങനെയെങ്കിൽ ഡിസോസിയേഷൻ ആണെങ്കിലോ എങ്ങനെ ഐ ഫാക്ടർ കണ്ടുപിടിക്കുക? നോർമൽ മോളാർ മാസ് വാട്ടർ ആണെങ്കിൽ 18 എടുത്തു ഡിവൈഡഡ് ബൈ എത്രയാ അബ്നോർമൽ മോളാർ മാസ്. ഡിസോസിയേഷൻ ആണെങ്കിൽ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് കുറയുന്നല്ലേ പറഞ്ഞത്. ദാറ്റ് ഈസ് നോർമലിനേക്കാൾ കുറവായിരിക്കും. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 17 എടുത്തു. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. വാല്യൂ എപ്പോഴും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ഐ ഫാക്ടർ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് അസോസിയേഷന്റെ കേസിൽ ഐ ഫാക്ടർ ഈസ് ലെസ് ദാൻ 1, ഡിസോസിയേഷന്റെ കേസിൽ ഐ ഫാക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ 1. കൺഫ്യൂഷൻ ഇല്ലല്ലോ, സിമ്പിൾ ആയി ഓർത്ത് വെച്ചാൽ മതി. അസോസിയേഷൻ ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളിക്കുലർ മാസ് നോർമലിനേക്കാൾ കൂടുതലായിരിക്കും. ഐ ഫാക്ടർ ലെസ് ദാൻ 1 ആയിരിക്കും. ഡിസോസിയേഷൻ ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസ് നോർമലിനേക്കാൾ കുറവായിരിക്കും. ഐ ഫാക്ടർ എന്തായിരിക്കും? ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. ഈ ഐ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യപ്പെടാം? മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്ത് പുതിയ ഇക്വേഷനിലേക്ക് എത്താം. ഐ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. അതായത് യൂസിങ് ഐ ഫാക്ടർ the colligative properties can be corrected. നമ്മൾ colligative properties ഉപയോഗിച്ച് കാൽക്കുന്ന മോളിക്കുലർ മാസ് ആണ് അബ്നോർമൽ എന്ന് പറയുന്നത്. ആ അബ്നോർമാലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ ആക്കി മാറ്റാം, കറക്റ്റ് ചെയ്യാം. എന്ത് ഉപയോഗിച്ചുകൊണ്ട്? ഐ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട്. എങ്ങനെ നോക്കാം? നമുക്കറിയാം ആദ്യത്തെ colligative പ്രോപ്പർട്ടി എന്താ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓർമ്മയുണ്ടാവണം. ഒന്നാമത്തെ colligative പ്രോപ്പർട്ടി എന്താ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇക്വേഷൻ അറിയാം നമുക്ക്. P10 minus P1 by P10 equal to chi2. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഐ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കറക്റ്റ് ആയി. ഐ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താ? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എങ്ങനെയാണ് മോളിക്കുലർ മാസ് കാണുക? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻടു എം. പഠിച്ചതല്ലേ? ഇവിടെ എന്ത് ചെയ്യുക? ഐ ഫാക്ടർ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യുക. ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താ? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻടു എം. എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഐ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നാലാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തായിരുന്നു? ഓസ്മോട്ടിക് പ്രഷർ. നമുക്ക് എന്ത് കിട്ടി? പൈ വി ഈസ് ഈക്വൽ ടു എൻ ടു ആർ ടി എന്ന് കിട്ടി. ഇവിടെയും ഐ ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്പിൾസുകൾ നമുക്ക് എന്ത് ചെയ്യപ്പെടാം? കറക്റ്റ് ചെയ്യാം. അതായത് അബ്നോർമാലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? നോർമാലിറ്റി ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ ഐ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം, കറക്റ്റ് ചെയ്യാം എന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് സൊല്യൂഷൻ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ് സൊല്യൂഷൻ. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി പഠിക്കുക. എസ്പെഷ്യലി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൗൾട്ട്സ് ലോ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ആവർത്തിച്ച് കണ്ടു പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സൊല്യൂഷൻ. വളരെ ഭംഗിയായി പഠിക്കുക. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.